ഇതൊരു സേവനം മാത്രമാണ്. പഞ്ചായത്തിന്റെ ഓൺ ഫണ്ടിൽ നിന്നാണ് ഇതിന് വേണ്ട ഡീസൽ അടിച്ചു കൊടുക്കുന്നത്. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന 100 ദിന കർമ്മ പദ്ധതിയിൽപ്പെടുത്തി ആണ് ഇത് നടപ്പിലാക്കുന്നത്. നമുക്കറിയാം, ഗ്രാമീണ ജനതയുടെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി അതോടൊപ്പം തന്നെ ജനപ്രിയ പദ്ധതിയായ പ്രിയദർശിനി ഉൾപ്പെടുത്തിക്കൊണ്ട് സൗജന്യ യാത്രയുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹായ്, ജിജോയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് വാഗമൺ കാഞ്ഞാർ റൂട്ടിലാട്ടോ. നമ്മുടെ അർക്കുളം പഞ്ചായത്തിൻ്റെയും കൊടുത്തൂർ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമവണ്ടി സർവീസ് ഇന്നോട്ട് ആരംഭിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബസ്സൊക്കെ കയറി യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വില്ലേജ് ബ്ലോഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അറക്കുളം കൊടയത്തൂർ ഗ്രാമപഞ്ചായത്തുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഗ്രാമവണ്ടി നടത്തുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ഉദ്ഘാടനം അറക്കുളം ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ഇടുക്കിയുടെ പ്രിയങ്കരനായ MLA ശ്രീ റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്ത് അതിനുശേഷമാണ് ഫ്ലാഗ് ഓഫ് നടക്കുന്നത്. ഇതാണ് നമ്മൾ ഗ്രാമവണ്ടിക്കായിട്ട് എടുത്തിരിക്കുന്ന വണ്ടി കേട്ടോ. കർച്ചീസ് വണ്ടിയാണ്. അപ്പോൾ അതിൽ ഒരുപാട് ബോർഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പം നമ്മുടെ ഇടുക്കി MLA ശ്രീ റോയ് കെ പൗലോസ് ഫ്ലാഗ് ഓഫ് ചെയ്യുക കേട്ടോ. ഇതിന് ശേഷമാണ് നമ്മൾ യാത്ര പോകുന്നത്. ആദ്യം നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് മൂന്നുംകോവിലിൽ നിന്ന് കാഞ്ഞാറ് വഴിയുള്ള വഴിയാണ്. നമ്മൾ ആദ്യം മൂലവറ്റത്തു നിന്ന് മണപ്പാടി വഴി മൂന്നുംകോവിലി എന്ന് അവിടുന്ന് നേരെ നമ്മൾ കാഞ്ഞാറി പോകുന്നു. കാഞ്ഞാറിൽ നിന്ന് നമ്മൾ തിരിച്ച് മൂന്നുംകോവിൽ ഗ്യാസ് ഏജൻസി വഴി നമ്മൾ കൂപ്പള്ളി ചെല്ലുകയും അവിടുന്ന് നേരെ തിരിച്ച് നമ്മൾ പുത്തേട് വഴി വന്ന് പുത്തേട് ടൗണിൽ ചെന്നിട്ട് നേരെ നമ്മൾ മണപ്പാടി വഴി മൂലവറ്റത്തെത്തുകയും ചെയ്യുകയാണ് നമ്മൾ ഇന്നത്തെ ട്രിപ്പ്. അതിനുശേഷം പതിപ്പള്ളിക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ യാത്ര ചെയ്യുകയാണ്. സന്തോഷത്തോടെ ആർപ്പൊക്കെ വിളിച്ച് നമ്മളങ്ങനെ മണപ്പാടിയിൽ എത്തിയിരിക്കുകയാണ്. മണപ്പാടിയിൽ നിന്ന് നമ്മൾ വലത്തേക്ക് വഴിയാണ് നമ്മൾ മൂന്നുംകോല് വഴി കാഞ്ഞാറിന് പോകുന്നത്. അപ്പം നമ്മളിതേ വലിയാറൊക്കെ കടന്ന് വലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ യാത്ര തുടരുകയാട്ടോ. പോകുന്ന വഴിക്ക് നമ്മൾ റബ്ബർ തോട്ടങ്ങളുടെ ഇടയിലൂടെ ചെറിയ വഴിയാണ്. അപ്പോൾ അവരോടെ യാത്ര തുടരുകയാണ്. വന്നപ്പോഴേക്ക് ഇതേ നമ്മുടെ മുമ്പിലായിട്ട് ഒരു ഓട്ടോറിക്ഷ വന്നിരിക്കുകയാണ്. ഓട്ടോറിക്ഷ റിവേഴ്സൊക്കെ എടുത്തിട്ടാണ് യാത്ര നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതേ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കാനുണ്ട്. ഫോട്ടോ എടുക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം സ്വന്തം വീടിൻ്റെ മുമ്പിലൂടെ ബസ് വരിക എന്ന് പറയുന്നത് ഇതിൽ പല സന്തോഷം വേറെ ഉണ്ടോ. അപ്പോൾ അതേ ഓരോരുത്തരായിട്ട് ഓരോ സ്റ്റോപ്പിൽ നിന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചിമാരാണ് കൂടുതലും ഈ യാത്ര എൻജോയ് ചെയ്യുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അവരെല്ലാവരും ഇതേ ബസ്സിൽ കയറി അവരെ സീറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഈ വണ്ടിയിൽ ഇപ്പോൾ ഒന്ന് ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ. നാളെ തൊട്ട് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും ആൾക്കാരൊക്കെ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഗ്രാമവണ്ടി മൂന്നുംകോവിൽ എത്തിയിരിക്കുക കേട്ടോ. മൂന്നുംകോവിൽ സ്വീകരണം നൽകുകയാണ്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉച്ചേച്ചിയുണ്ട്. ഞാൻ ധാരാളം മാല മേടിച്ചിട്ടുള്ള ആളാണ്. ഫോട്ടോ കിട്ടില്ലേ പറഞ്ഞു. അറക്കുളം പഴയപ്പള്ളി ഭാഗത്ത് നമ്മുടെ പുതിയതായിട്ട് ആരംഭിച്ച ഗ്രാമവണ്ടി സർവീസിന് സ്വീകരണം നൽകുകയാണ്. ഇവിടെ പായസമൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ പായസമൊക്കെ പോയി കുടിക്കാം. ഇവിടെ അറക്കുളം പഴയപള്ളിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഗ്രാമവണ്ടിക്ക് നൽകുന്ന സ്വീകരണമായി കാണുന്നത് കേട്ടോ. പായസ വിതരണവും ലഡു വിതരണവും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നേരെ പോകുന്നത് കാഞ്ഞാറിലേക്കാണ്. അറക്കുളം പഴയപള്ളി വികാരിയൊക്കെ നമ്മുടെ ഈ യാത്രയ്ക്ക് കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രാമവണ്ടി കാഞ്ഞാർ എത്തിയിരിക്കുകയാണ്. കാഞ്ഞാറിൽ ഡ്രൈവർക്കും കണ്ടക്ടർക്കും സ്വീകരണം നൽകുകയാണ്. അപ്പോൾ ഒന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത നമ്മുടെ ഗ്രാമവണ്ടി പ്രിയദർശിനി സർവീസിൻ്റെ റൂട്ട് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാ ദിവസവും രാവിലെ 7:25 മൂലോട്ടത്തു നിന്ന് ഇൻ്റർമീഡിയറ്റിലോട്ട് പോകും. അവിടെ 7:40 എത്തിച്ചേരും കേട്ടോ. അവിടെ നിന്ന് 7:55 ഇൻ്റർമീഡിയറ്റിൽ നിന്ന് മൂലോട്ടത്തേക്ക് എത്തും. 8:10 മൂലോട്ടത്ത് എത്തുന്നത്. പിന്നെ 8:20 മൂലോട്ടത്തു നിന്ന് എടാടിലേക്ക് പോകും. അവിടെ 8:40 എത്തും. അവിടെ നിന്ന് 9 എടാടിൽ നിന്ന് പുറപ്പെട്ട് മൂലോട്ടത്തേക്ക് 9:20 എത്തും. തുടർന്ന് 9:30 മൂലവറ്റം മൂന്നുംകോല് പഴയപള്ളി വെങ്കിട്ട വഴി കാഞ്ഞാറിൽ 9:50 എത്തും. തുടർന്ന് 10:10 കാഞ്ഞാറിൽ നിന്ന് മൂന്നുംകോല് ഗ്യാസ് ഏജൻസി വഴി 10:35 പുത്തേടെത്തും. തുടർന്ന് 10:45 പുത്തേടുന്ന് മണപ്പാടി വഴി മൂലമറ്റം. പിന്നെ 11:10 മൂലവറ്റത്തുനിന്ന് പതിപ്പള്ളിക്ക് 11:30 പതിപ്പള്ളി എത്തിച്ചേരും. തുടർന്ന് 11:40 പതിപ്പള്ളിയിൽ നിന്ന് മൂലവറ്റത്തേക്ക് സർവീസ്. അത് 12 മണിയാകുമ്പോൾ മൂലവറ്റത്തെത്തും.
തുടർന്ന് 12:15 മൂലവട്ടത്തു നിന്ന് ആശ്രമത്തേക്ക് ഒരു ട്രിപ്പ്, അത് 12:35 എത്തിച്ചേരും. തുടർന്ന് 12:50 ആശ്രമത്തു നിന്ന് മൂലവട്ടത്തേക്ക് ഒരു ട്രിപ്പ്, 1:10 ഇവിടെ എത്തുന്നത്. തുടർന്ന് 1:20 മൂലവട്ടത്തു നിന്ന് കാഞ്ഞാറ്, ആനക്കയം, അഞ്ചിരി വഴി തൊടുപുഴയ്ക്ക് 2:25 തൊടുപുഴയിലെത്തും. തുടർന്ന് 3:05 തൊടുപുഴയിൽ നിന്ന് കാഞ്ഞാറ്, കൂവപ്പള്ളി വഴി പുത്തേട് 4:05 എത്തും. 4:15 പുത്തേടിൽ നിന്ന് മൂലവറ്റത്തേക്ക് ലാസ്റ്റ് ട്രിപ്പ്, 4:30 മൂലവറ്റത്ത് എത്തിച്ചേരും. ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാമവണ്ടി പ്രിയദർശിനിയുടെ സർവീസ് റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കാഞ്ഞാറിലെ സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങി നമ്മൾ മൂന്നുംകോയിലെത്തി. മൂന്നുംകോയിൽ ഗ്യാസ് ഏജൻസിയിൽ നിന്ന് കൂപ്പള്ളിക്ക് പോകുന്ന വഴിക്കാണ് നമ്മളിപ്പം യാത്ര ചെയ്യുന്നത് കേട്ടോ. ഇനി ഇവിടെ നിന്ന് നല്ല കയറ്റമുള്ള വഴികളാണ്. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ടെന്ന് പറയുന്നത് മൂന്നുംകോയിൽ ഗ്യാസ് ഏജൻസിയിൽ അവിടെ നിന്ന് കൂപ്പള്ളിക്കുള്ള വഴി ചെന്നിട്ട് അവിടെ പുരിയടം കവലയുണ്ട്. അവിടെ നിന്ന് നമ്മൾ കൂപ്പള്ളി ചെന്ന് അവിടെ ചെറിയൊരു സ്വീകരണമുണ്ട്. ആ സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങി നമ്മൾ തിരിച്ച് നമ്മൾ പോകുന്നത് പുത്തേടിലേക്കാണ്. അപ്പം പോകുന്ന വഴിയിലെ കാഴ്ചകൾ നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ നിറച്ച ആളുകളുണ്ട്. നല്ല രീതിയിൽ നല്ല ഫ്രെയിമാട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. നല്ല റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലൂടെ വണ്ടി വരുന്നൊരു കാഴ്ച, നല്ല മനോഹരമായൊരു കാഴ്ചയല്ലേ. അങ്ങനെ നമ്മളിത് കാഞ്ഞാറിൽ നിന്ന് ആരംഭിച്ച യാത്ര നമ്മൾ പുരയിടം കവലയിൽ എത്തിയിരിക്കുകയാണ്. കാഞ്ഞാറ് മൂന്നുകൽ ഗ്യാസ് ഏജൻസി വഴിയാണല്ലോ നമ്മൾ വന്നത്. അപ്പോൾ അതേ നമ്മൾ പുരയിടം കവലയിൽ നിന്ന് കൂപ്പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൂപ്പള്ളിയിലെ സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങിയിട്ട് ഇതേ നമ്മുടെ വണ്ടി പുത്തേട് എത്തി കേട്ടോ. നല്ല അടിപൊളി ഫ്രെയിമല്ലേ ആ വണ്ടി വരുന്നത് കാണാനായിട്ട്. അങ്ങനെ പുത്തേട് ടൗണിൽ കൊണ്ട് നമ്മുടെ ഇവിടുത്തെ യാത്ര അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ച് മൂലവറ്റം പോവുകയാണ്. ഇവിടെ പുത്തേടുകാരുടെ വക നമുക്കൊരു സ്വീകരണം ഉണ്ട് കേട്ടോ. നമ്മുടെ ഗ്രാമവണ്ടിക്ക് ഒരു സ്വീകരണം തരികയാണ്. അപ്പോൾ അതേ വണ്ടിയൊക്കെ റിവേഴ്സ് എടുത്ത് മുമ്പോട്ട് കയറ്റിയിടാൻ പോവുക കേട്ടോ. അങ്ങനെ നമ്മുടെ ഗ്രാമവണ്ടിക്ക് ഇതേ പുത്തേട് സ്വീകരണം ലഭിച്ചിരിക്കുകയാണ്. കണ്ടക്ടർക്കും ഡ്രൈവർക്കും 2 പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കൊക്കെ ഇവിടുത്തെ നാട്ടുകാർ സ്വീകരിക്കുകയാണ്. അവർ വലിയൊരു ആഗ്രഹമാണ് സ്വന്തം വീട്ടിൻ്റെ മുമ്പിലൂടെ അല്ലെങ്കിൽ സ്വന്തം വഴിയിലൂടെ ഒരു ബസ് സർവീസ്. അപ്പം ഇനിയും നമ്മുടെ മൂലവറ്റത്തിൻ്റെയും അതുപോലെ അറക്കുളത്തിൻ്റെയും കൊടയത്തൂരിൻ്റെയൊക്കെ ഉൾപ്രദേശത്തേക്ക് ഗ്രാമവണ്ടി എത്തേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. അറക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഉഷ ഗോപിനാഥ് നമ്മുടെ ഈ ഗ്രാമവണ്ടിയെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുകയാണ്. അറക്കുളം ഗ്രാമപഞ്ചായത്തും കൊടയത്തൂർ ഗ്രാമപഞ്ചായത്തോടെ സംയുക്തമായിട്ടാണ് ഗ്രാമവണ്ടി ആരംഭിച്ചിരിക്കുന്നത്. 5 വർഷക്കാലം ഈ ഗ്രാമവണ്ടി കൃത്യമായിട്ടും ഈ ഭരണസമിതിയുടെ കാലത്ത് നിലനിർത്തിക്കൊണ്ട് പോകും. ഇതൊരു സേവനം മാത്രമാണ്. പഞ്ചായത്തിന്റെ ഓൺ ഫണ്ടിൽ നിന്നാണ് ഇതിന് വേണ്ട ഡീസൽ അടിച്ചു കൊടുക്കുന്നത്. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന 100 ദിന കർമ്മ പദ്ധതിയിൽപ്പെടുത്തി ആണ് ഇത് നടപ്പിലാക്കുന്നത്. നമുക്കറിയാം, ഗ്രാമീണ ജനതയുടെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി അതോടൊപ്പം തന്നെ ജനപ്രിയ പദ്ധതിയായ പ്രിയദർശിനി ഉൾപ്പെടുത്തിക്കൊണ്ട് സൗജന്യ യാത്രയുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഗ്രാമീണ മേഖലയിലെ ജനങ്ങളെ ഉദ്ദേശിച്ച് മാത്രം നടപ്പിലാക്കുന്ന ഈ പദ്ധതി വൻ വിജയമാക്കി തീർക്കുവാൻ ഈ നാട്ടിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഉണ്ട് എന്ന വിശ്വാസത്തോടു കൂടി ഈ ഗ്രാമവണ്ടിയുടെ എല്ലാവിധ യാത്രകൾക്കും ആശംസകൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഗ്രാമവണ്ടി ഡീസൽ മാത്രമാണ് പഞ്ചായത്തുകൾ അടിച്ചു കൊടുക്കുന്നതെങ്കിലും അതിന് വേണ്ട ചെലവുകൾ നമുക്കറിയാം. ഒരു വണ്ടിക്ക് അതിൻ്റെ അകത്ത് സാരഥികൾ, കണ്ടക്ടർ, ഡ്രൈവർ ഉൾപ്പെടെ, അതുപോലെ തന്നെ ബസ്, അതുപോലെ തന്നെ അതിൻ്റെ തേയ്മാനം സംഭവിക്കുന്ന പാർട്സുകളെല്ലാം മാറുന്ന സംസ്ഥാന സർക്കാരാണ്. ഈ ഒരു പ്രയോജനം ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് നടപ്പിലാക്കുന്നത്. ആദ്യത്തെ പ്രോജക്റ്റ് എന്നുള്ള നിലയിൽ കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണ് ഇത് ഓടുന്നത്. അതിനുശേഷം വരും കാലങ്ങൾ ഇതിൻ്റെ ലഭ്യത അല്ലെങ്കിൽ ഇതിൻ്റെ പ്രയോജനം എവിടെയൊക്കെ കിട്ടാമോ അവിടെയെല്ലാം ഇരു പഞ്ചായത്തുകളും ചേർന്ന് നടപ്പിലാക്കും. എന്താണേലും ഇത് പെട്ടെന്ന് തന്നെ ഈ ഗ്രാമ വണ്ടി നടപ്പിലാക്കുന്ന കാര്യം പഞ്ചായത്ത് ഭരണസമിതിയിൽ ആലോചിച്ചപ്പോൾ ഏകകണ്ഠമായി അറക്കുളം ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾ ഒന്നടങ്കം ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. ഒരു കാര്യത്തിൽ ഒത്തിരിയേറെ സന്തോഷം തോന്നുന്നു. അറക്കുളം ഗ്രാമപഞ്ചായത്തിലെ 15 മെമ്പർമാർ ഉൾപ്പെടുന്ന പഞ്ചായത്ത് ഭരണസമിതി വികസന കാര്യത്തിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. പഞ്ചായത്തിന്റെ ഈ ഭരണസമിതിയുടെ ആദ്യത്തെ ജനപ്രിയ പ്രോജക്റ്റ് എന്ന നിലയിൽ ഈ ഗ്രാമവണ്ടിയും വരും കാലങ്ങളിൽ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഉൾപ്രദേശങ്ങളായ ചേറാടിയിലേക്കും അതുപോലെ കൊടയത്തൂർ പഞ്ചായത്തിലെ ചക്കിക്കാവിലേക്കൊക്കെ സർവീസ് ആരംഭിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പി ആർത്തിയുടെ കാണാം. ബൈ.